പള്ളിത്തർക്കത്തിൽ സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെ കണക്കെടുക്കാൻ സർക്കാർ ഓരോ ഇടവകകളിലുമുള്ള വിശ്വാസികളുടെ എണ്ണം ശേഖരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി പരിഗണനയിലുള്ള കേസിന്റെ ഭാഗമായിട്ടാണ് കണക്കെടുപ്പ്. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെ കൃത്യമായ വിവരശേഖരണമാണ് തലയെണ്ണലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓർത്തഡോക്സ് വിശ്വാസികളുടെ എണ്ണം എത്ര, യാക്കോബായ വിശ്വാസികളുടെ എണ്ണം എത്ര, ഈ വിഭാഗങ്ങൾക്ക് ആകെ എത്ര പള്ളികളുണ്ട്, ഇതാണ് വിവരശേഖരണത്തിലൂടെ സമാഹരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ. ഓരോ പള്ളികളുടെയും നിയന്ത്രണം ഏത് വിഭാഗത്തിനാണ്, ഇതിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന് എത്ര പള്ളികൾ നിയന്ത്രണമുണ്ട്, യാക്കോബായ വിഭാഗത്തിന് എത്ര പള്ളികളുടെ നേതൃത്വമുണ്ട് തുടങ്ങിയ വിവരങ്ങളും സർക്കാർ ശേഖരിക്കും. നടത്തിപ്പോകാൻ സംബന്ധിച്ച് തർക്കമുള്ള പള്ളികൾ ഏതൊക്കെ, അവയിൽ തന്നെ തൽസ്ഥിതി നിലനിർത്തിപ്പോരുന്നവ എത്ര, തർക്കങ്ങളുള്ള പള്ളികളിലെ നിലവിലെ അവസ്ഥ എന്താണ്, ഓരോ ദേവാലയങ്ങളുടെയും പരിധിയിലെ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ അനുപാതം എത്ര തുടങ്ങിയ നിർണായക വിവരങ്ങളും സർക്കാർ ശേഖരിക്കുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിലോ സബ് ഡിവിഷൻ തലത്തിലോ ഉള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിവരശേഖരണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 7 നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ 2 ദിവസത്തിനകം വിവരശേഖരണം നടത്തി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ 1934 ഭരണഘടന അനുസരിച്ച് വേണം ഭരണം നടത്തേണ്ടതെന്നാണ് 2017 സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമാണ്. എന്നാൽ വിധി നടപ്പിലാക്കുന്നതിൽ യാക്കോബായ വിഭാഗത്തിന് ആശങ്കയുണ്ട്. ഇതാണ് പ്രശ്നപരിഹാരത്തിലുള്ള തടസ്സം. ഈ സാഹചര്യത്തിൽ വിവരശേഖരണം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം.